അമ്പലത്തിൻകാല അശോകൻ വധക്കേസിൽ 5 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം, 3 പേർക്ക് ജീവപര്യന്തം ശിക്ഷയും വിധിച്ചു. 2013 മെയ് 5-നാണ് CPIM പ്രവർത്തകനായ അമ്പലത്തിൻകാല അശോകൻ കൊല്ലപ്പെട്ടത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും VS അനു ഉണ്ട്. VS അനു, എന്താണ് വിശദാംശങ്ങൾ? ഗൗതം, 2013 മെയ് 5-നാണ് തിരുവനന്തപുരം കാട്ടാക്കട അമ്പലത്തിൻകാലയിൽ അശോകൻ എന്ന് പറയുന്ന CPIM പ്രവർത്തകനെ RSS പ്രവർത്തകർ കൊലപ്പെടുത്തിയത്. ഈ കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ 8 പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവിന് കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ 1 മുതൽ 5 വരെയുള്ള പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും മറ്റു 3 പ്രതികൾക്ക് ജീവപര്യന്തവുമാണ് കോടതി ശിക്ഷ വിധിച്ചത്. 50,000 രൂപ പിഴയും പ്രവർത്തകർ ഇവരിൽ നിന്ന് ഈടാക്കണം എന്ന് പറഞ്ഞിരുന്നു. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ മരിക്കുകയും ഒരാൾ മരിക്കുകയും 8-ാം പ്രതി ശ്രീകാന്ത്, 9-ാം പ്രതി സുരേഷ് എന്നിവർ മാപ്പുസാക്ഷിയാവുകയും ചെയ്തു. തുടർന്ന് 8 പ്രതികളാണ് കഴിഞ്ഞ ദിവസം കുറ്റക്കാരാണെന്ന് തിരുവനന്തപുരം 6-ാം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത്. ഇന്നിപ്പോൾ പ്രതികളായ ശംഭു, ശ്രീജിത്ത്, ഹരി, അമ്പിളി, സന്തോഷ് എന്നിവർക്കാണ് ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം തടവിന് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ കുടുംബം ഈ പറയുന്ന കുടുംബത്തിന്റെ പ്രതികരണം നമുക്ക് അല്പസമയത്തിനും ലഭ്യമാകും. ഈ പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചതിൽ കുടുംബം സംതൃപ്തി രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ കൂടി ഈ മറ്റു പ്രതികളെ നേരത്തെ ഒഴിവാക്കിയതിൽ കുടുംബത്തിന് ചെറിയ വിഷമമുണ്ട്. അവർ ഹർജി നൽകുമെന്നൊക്കെ പറയുന്നു. ഏതായാലും വളരെ ഈ പലിശയ്ക്ക് പണം നൽകുന്നത് 1-ാം പ്രതി ശംഭു, RSS പ്രവർത്തകനായ ശംഭു ഈ പലിശയ്ക്ക് പണം കൊടുത്ത് അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അത് ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യമാണ് അശോകനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി വെട്ടിക്കൊലപ്പെടുത്തിയത്. നാടിനടുക്കിയ കൊലപാതകത്തിലാണ് RSS പ്രവർത്തകരായ 8 പേർക്ക് ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷ വിധിച്ച് കോടതി ഉത്തരവായിരിക്കുന്നത്. ഗൗതം, തിരുവനന്തപുരത്ത് നിന്നും VS അനുവാണ് വിവരങ്ങൾ നൽകിയത്.